ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ബീഫ് ഡ്രൈ ഫ്രൈഡ് റെസിപ്പി നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള BDFൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ബീഫിൻ്റെ പീസസ് ഒക്കെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊരു കുക്കറിലേക്ക് ബീഫിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതുപോലെ കുറച്ച് മാത്രമായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം കുക്കർ അടച്ചു വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു വിസിൽ വന്ന ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. ബീഫിൻ്റെ വേവ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വന്നേക്കാം. ഞാനൊരു 80% ആകുന്ന രീതിയിലാണ് ബീഫ് കുക്കായിരിക്കുന്നത്. അത്രയും കുക്കായാൽ മതി. ഓവറായിട്ട് കുക്കായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്താൽ ശരിയാകത്തില്ല. ഇതുപോലെ ചൂടാറുമ്പോൾ നമുക്ക് ഇതുപോലെ നീളമുള്ള പീസസ് ആയിട്ടാണ് നമ്മൾ BDFന് കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചൂടാറിയ ശേഷം ഇതുപോലെ നീളമുള്ള ബീഫിൻ്റെ പീസസ് ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഓരോ ബീഫിൻ്റെ പീസും 6 സെൻറ്റിമീറ്റർ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഒരു ബൗളിലേക്ക് ചില്ലി ഫ്ലേക്സ്, ചതച്ച പെരുംജീരകം, അതുപോലെ തന്നെ കോൺഫ്ലോർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി ചില്ലി പൗഡർ, ബീഫിൻ്റെ സ്റ്റോക്ക്, ഉപ്പ്, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പിന്നെ നമ്മൾ ലൈം ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കണം. ലൈം ജ്യൂസോ അല്ലെങ്കിൽ വിനീഗറോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ബീഫിൻ്റെ കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കാരണം ഓൾറെഡി ബീഫ് കുക്ക്ഡായ ബീഫാണ്. അതുകൊണ്ട് തന്നെ പതുക്കെ മാത്രം മിക്സ് ചെയ്തെടുക്കണം. ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് ബീഫിൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണ ടേസ്റ്റ് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്ത് അതിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ ബീഫിൻ്റെ പീസസ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ആവശ്യം തന്നെ മിക്സ് ചെയ്തെടുക്കരുത്. ഒരു സൈഡ് ഫ്രൈ ആയി വന്ന ശേഷം മാത്രം ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് ഫ്രൈ ആയി വന്ന ശേഷം മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ കോട്ട് ചെയ്തിരിക്കുന്ന മസാലകളെല്ലാം ബീഫിൽ നിന്ന് വിട്ടുപോകും. ഇനി ഒരു നല്ലൊരു ഫ്ലേവറും ടേസ്റ്റിനുമായിട്ട് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം അതും കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ മാത്രം ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 4 മിനിറ്റാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബീഫിൻ്റെ പീസസ് ഹാർഡായി പോകും. അതുകൊണ്ട് തന്നെ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പം ഓവറായിട്ട് ഹാർഡായിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ നമുക്ക് കഴിക്കാനും ബുദ്ധിമുട്ടാണ്, ടേസ്റ്റും ഉണ്ടാവില്ല. ഇതുപോലെ ലെമൺ ജ്യൂസ് ഒക്കെ സ്ക്വീസ് ചെയ്ത് ഒഴിച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള BDF ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലെ നീളമുള്ള പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതാണ് നമ്മുടെ BDFൻ്റെ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.